ദർസ് സാലിസ് സിഹത്തുൽ ബിഅത്തി ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ പാരിസ്ഥിതിക ആരോഗ്യം, ആരോഗ്യത്തെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു പാഠമാണ്. ഇഹ്തമൽ ഇസ്ലാമു ബിൻ നലാഫത്തി, ഇസ്ലാം വൃത്തിക്ക് പ്രാധാന്യം നൽകി. ഇഹ്തിമാമൻ അലീമൻ, വലിയൊരു പ്രാധാന്യം. ഖിലാൽ ഉസൂരിൽ മുഖ്തലിഫത്തി, വിവിധ കാലഘട്ടങ്ങളിലായി. എന്ന് വെച്ചാൽ ഇസ്ലാം തുടങ്ങിയത് മുതൽ ഇന്നോളം വൃത്തിക്ക് വലിയൊരു പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വഇദാ കാനത്ത് അവ്വല സൂറത്തിൻ നുസിലത്ത് ഫിൽ ഖുർആനിൽ കരീം ഖദ് തഹദ്ദസത് അനിൽ ഇൽമി, ഖുർആനിൽ ഇറങ്ങിയ ആദ്യത്തെ സൂറത്ത് ഖദ് തഹദ്ദസത് അനിൽ ഇൽമി, ഇൽമിനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ, ഖാല തആല, അല്ലാഹു പറഞ്ഞു, ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഇൽമിനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ, ജാഅത്ത് ബഅദഹ, അതിന് ശേഷം വന്നു സൂറത്തുൻ ഉമിറത്ത് ബിൻ നലാഫത്തി, വൃത്തിയെക്കുറിച്ച് കൽപ്പിക്കുന്ന സൂറത്ത്. ഫി ഖൗലിഹി തആല വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കുക. ഇത് ഹിറ ഗുഹയിൽ നിന്നും പ്രവാചകൻ സൂറത്തുൽ ഇഖ്റ ബിസ്മി കേട്ടതിന് ശേഷം വീട്ടിലേക്ക് വന്ന് പനി പിടിച്ച് കിടക്കുമ്പോൾ ഇറങ്ങിയ സൂറത്താണ്. ഇനി സൂറത്തുൽ മുദ്ദസ്സിറിലെ സൂറത്ത്, എഴുന്നേൽക്കുക, നിന്റെ വസ്ത്രം വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകളുള്ള സൂറത്ത്. യഹ്തമുൽ ഇസ്ലാമു ബിൻ നലാഫത്തിൽ ഫമി വൽ അസ്നാനി, അതേപോലെ ഇസ്ലാം പല്ലുകളും വായും വൃത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ഫയഅ്മുറുഹു, അതിനെ ഇസ്ലാം കൽപ്പിക്കുന്നു. ഫയഅ്മുറു, ഇസ്ലാം കൽപ്പിക്കുന്നു. ബിൽ മൽമലത്തി, വെള്ളം കൊപ്പിളിക്കാൻ, വായു കഴുകാൻ. വസിവാക്കി, അതേപോലെ പല്ല് തേക്കാൻ. തഖ്ലീലിൽ അസ്നാൻ, പല്ലിൻ്റെ ഇടകൾ വൃത്തിയാക്കാൻ. ലിസാലത്തി ബഖായ ത്വാമി, ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി. വഫി സിവാക്കി, പല്ലു തേക്കുന്ന കാര്യത്തിൽ യഖൂലു റസൂൽ, പ്രവാചകൻ പറയുന്നു, അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി, പല്ലു തേക്കൽ വായ ശുദ്ധിയാക്കുന്നതാണ്. മർലാത്തുൻ ലി റബ്ബി, റബ്ബിൻ്റെ തൃപ്തിയുമാണ്, റബ്ബിനെ പ്രീതിപ്പെടുത്താൻ പറ്റിയൊരു പ്രവർത്തനം കൂടിയാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. വക്കദാലിക്, അതേപോലെ യഹ്തമു ബിൻ നലാഫത്തിൽ അൻഫി, ഇസ്ലാം മൂക്ക് വൃത്തിയാക്കുന്നതും പ്രാധാന്യത്തോടെ കാണുന്നു. വൽ ഐനി, കണ്ണ് വൃത്തിയാക്കുന്നത്. വശഅരി വൽ മലാബിസ്, മുടിയും വസ്ത്രങ്ങളും ഒക്കെ വൃത്തിയാക്കുന്നത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുന്നു, യാ ബനി ആദം, ആദം സന്തതികളെ, ഖുസൂ സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം എടുക്കുക. ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളികളിൽ പോകുമ്പോൾ വൃത്തിയുള്ള വേഷം ധരിച്ചുകൊണ്ട് വൃത്തിയായിട്ട് വേണം പോകാൻ എന്ന്. വഖാലൽ ഇസ്ലാം, ഇസ്ലാം പറഞ്ഞു, ബിൻ നലാഫത്തി ത്വാമി, ഭക്ഷണം, ബിൻ നലാഫത്തി ത്വാമി വശറാബി, ഭക്ഷണവും പാനീയങ്ങളും വൃത്തിയുള്ളതായിരിക്കാൻ. അതേപോലെ വനലാഫത്തി ഇനാഇ ത്വാമി, ഭക്ഷണത്തിൻ്റെ പാത്രം വൃത്തിയുള്ളതായിരിക്കാൻ. അതേപോലെ വയുഷീറു, ഇസ്ലാം സൂചിപ്പിക്കുന്നു, ലി ഗസ്ലിഹി ഇദ്ദത മറാത്തിൻ, പാത്രങ്ങളൊക്കെ ധാരാളം തവണ കഴുകേണ്ടതിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴുകേണ്ടതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇദ്ദത മറാത്തിൻ, ധാരാളം തവണ ഇതിനെക്കുറിച്ചൊക്കെ ഇസ്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. കമായി അമുറു, അതേപോലെ ഇസ്ലാം കൽപ്പിക്കുന്നു, ബി ആദമി തർക്കി ത്വാമി വശറാബി, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കാൻ കൽപ്പിക്കുന്നു. എങ്ങനെ ഉപേക്ഷിക്കുന്നത്? മക്ഷൂഫീന, തുറന്നു വെച്ചതായിക്കൊണ്ട്. ഉപേക്ഷിക്കുന്നത് മീൻസ് വെക്കുന്നത്, ഭക്ഷണപാത്രങ്ങൾ തുറന്ന് വെക്കുന്നത് ഒഴിവാക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഹത്ത ലാ യസ്ല ഇലൈഹിമ, ഭക്ഷണപാനീയങ്ങളിൽ വീഴാതിരിക്കാൻ. അൽ ഗുബാർ വൽ ഹശറാത്തു, പൊടികളും പ്രാണികളും. ഹശറാത്ത് മീൻസ് ചെറിയ ജീവികൾ, പ്രാണികളും മറ്റു പൊടികളൊക്കെ ഭക്ഷണത്തിൽ വീഴാതിരിക്കാൻ തുറന്നു വെക്കരുത് എന്ന് കൽപ്പിക്കുന്നു. വമിൻ അഹമ്മി അൻവായി നലാഫത്തി, വൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് നലാഫത്ത് മസാദിരിൽ മിയാഹി, ജലസ്രോതസ്സുകൾ വൃത്തിയാക്കൽ, ജലസ്രോതസ്സുകളുടെ വൃത്തി, കിണർ പോലുള്ളത്, പുഴ, അതൊക്കെ. വശദ്ദൽ ഇസ്ലാമു, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു, അല ആദമി തൽവീസിഹ, അതിനെയൊക്കെ, ഈ ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കാൻ. എങ്ങനെ? ബി ഇൽഖാ ഇൽ കദാറത്തി, മാലിന്യങ്ങൾ ഇട്ടുകൊണ്ട്. അവൻ നജാസത്തി, മാലിന്യങ്ങൾ, നജസ്സുകൾ ഇട്ടുകൊണ്ട്. ഫിഹ, അതിലേക്ക്, പുഴയിലേക്കും കിണറിലേക്കും മറ്റു ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം ഇട്ടുകൊണ്ട് അതിനെയൊന്നും മലിനമാക്കുന്നത് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, മലിനമാക്കാതിരിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. മീൻസ് മലിനമാക്കരുത് എന്ന് പറഞ്ഞു. വനഹ, വിരോധിച്ചു. അനി തബറുസി അവി തബവുലി, മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെയും വിരോധിച്ചു. ഫിൽമായി, വെള്ളത്തിൽ.
ഫൽ മാ ഉ അൽ മുലവസു മലിനമായ വെള്ളം, യങ്കുലുൽ അത് പരത്തുന്നു, അൽ കോളറ രോഗം, വ ടൈഫോയിഡ് വ ശലല ലത്ഫാൽ മീൻസ് പോളിയോ, വൈറഹ അതേപോലുള്ള മറ്റു രോഗങ്ങളും മലിനമായ വെള്ളം പരത്തുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം മലിനമാക്കാൻ പാടില്ല. ദഅൽ ഇസ്ലാം ക്ഷണിച്ചു ഇലാ നലാഫത്തിൽ മസാക്കിൻ വീടുകൾ പാർപ്പിടങ്ങൾ വൃത്തിയാക്കാൻ, വശവാരി വഴികൾ റോഡുകൾ, വകുല്ല അർജായിൽ മദീനത്തി പട്ടണത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കണമെന്ന് വൃത്തിയാക്കുന്നതിലേക്ക് ഇസ്ലാം ക്ഷണിച്ചു. ഫയംനഉ അതേപോലെ ഇസ്ലാം തടയുന്നു ഇൽഖാ അൽ ഖദാറത്തി മാലിന്യങ്ങൾ ഇടൽ നിക്ഷേപിക്കൽ, ഔ ജംഅഹ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കൂട്ടിയിടൽ, ഫിൽ ബുയൂത്തി വീടുകളിലും, ഔ തർക്കഹ ഫി ശവാരി റോഡിലേക്ക് അത് തള്ളലുമൊക്കെ ഇസ്ലാം വിരോധിക്കുന്നുണ്ട്. ഖാല റസൂൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ അല്ലാഹു നല്ലവനാണ്, യുഹിബ്ബു തയ്യിബ അവൻ നല്ലത് ഇഷ്ടപ്പെടുന്നു, നളീഫുൻ അവൻ നല്ലവനാണ്, യുഹിബ്ബു നലാഫത്ത അവൻ വൃത്തി ഇഷ്ടപ്പെടുന്നു. ഫ നളിഫു അഫ്നിയതക്കും വദൂറക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കുക. ഫിനാഉൻ ജമ അഫ്നിയത്ത് മുറ്റങ്ങൾ, ദാറുൻ ജമ ദൂർ വീടുകൾ. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പ്രവാചകൻ പറഞ്ഞു, വൽ ബസഖു തുപ്പൽ അലല്ലാർലി ഭൂമിയിൽ തുപ്പൽ ഖതിയത്തുൻ അത് തെറ്റാണ്, വ കഫാറത്തുഹാ റദ്മുഹ അതിന്റെ പ്രായശ്ചിത്തം അത് മണ്ണിൽ മറവ് ചെയ്യലാണ്. അതായത് തുപ്പിയാൽ അത് പ്രായശ്ചിത്തം ചെയ്യൽ എന്താണ്, അതിനെ മണ്ണിന്റെ അടിയിലാക്കലാണ്, കുറച്ച് മണ്ണ് എടുത്ത് അതിന്റെ മേലിട്ടാൽ മതി. വ മാറൂഫുൻ അറിയപ്പെട്ട കാര്യമാണ്, അന്നൽ ബസഖ അലല്ലാർലി ഭൂമിയിൽ തുപ്പൽ യങ്കുൽ കഥീറമിനൽ അമ്രാൽ ധാരാളം രോഗങ്ങൾ പരത്തും എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. വ അഖ്തറുഹ അതിലേറ്റവും അപകടകരമായ രോഗമാണ് മറലുസൽ ക്ഷയരോഗം, ട്യൂബർകുലോസിസ്. വൽ ഇസ്ലാം യജഅലു നലാഫത ജുസ്അൻ മിനൽ ഇബാദത്തി നലാഫത്തിനെ വൃത്തിയെ ആരാധനയിൽപ്പെട്ട ഒരു കാര്യമാക്കിയിരിക്കുന്നു. വൃത്തി ആരാധനയാണ് ഇസ്ലാമിൽ. ബൽ അല്ല മിൻ ഉസൂലി ദീനി നഫ്സിഹി ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടത് തന്നെ ആക്കിയിരിക്കുന്നു. അത്തൊഹൂർ ശത്രുൽ ഈമാൻ ഈമാന്റെ പകുതിയാണ് വൃത്തി എന്നൊക്കെ പറയാറുണ്ടല്ലേ. വഹൽ തസിഹു സലാത്തു നിസ്കാരം ശരിയാകുമോ, ഇല്ലാ ബിൽ വുളൂഇ അവ തയമ്മും വുളൂഓ തയമ്മുമോ കൂടാതെ നിസ്കാരം ശരിയാകുമോ, ഇല്ല അല്ലേ. അപ്പോൾ വൃത്തി അടിസ്ഥാന കാര്യമാണ് ഇസ്ലാമിൽ. വലിക്കൈ യഹ്തമ്മൻ നാസു ബിൻ നലാഫത്തി ജനങ്ങൾ വൃത്തി പ്രാധാന്യത്തോടെ കാണാൻ വേണ്ടി, വൃത്തിയെ ശ്രദ്ധിക്കാൻ വേണ്ടി, അബ്ബറ അൻഹ അൽ ഇസ്ലാം വൃത്തിയെക്കുറിച്ച് പറഞ്ഞു ബി കലിമത്തി ത്വഹാറത്ത് എന്ന വാക്കാണ് പറഞ്ഞത്. അബ്ബറ അനിൽ ഖദാറത്തി മാലിന്യത്തെക്കുറിച്ച് പറഞ്ഞു ബി കലിമത്തി നജാസത്ത് എന്ന വാക്ക് പറഞ്ഞു, അതിന്റെ ഗാംഭീര്യം മനസ്സിലാകാൻ വേണ്ടി. വൽ ഐദി കൈകൾ നമ്മുടെ കൈകൾ മിൻ അഹമ്മിൽ അവാമിലി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്, ഫീ നഖലിൽ ജറാസീം രോഗാണുക്കളെ പരത്തുന്നതിൽ കൈകളിലൂടെയാണ് രോഗാണുക്കൾ ധാരാളം പകരുന്നത്. വലുത അതുകൊണ്ട് തന്നെ യസ്തഹിബുൽ ഇസ്ലാം പുണ്യമാക്കി ഗസ്ലൽ യദി കൈ കഴുകൽ, ഖബ്ല തആമി വ ബഅദഹു ഭക്ഷണത്തിന് മുമ്പും ശേഷവും, വ ഖബ്ല നൗമി വ ബഅദഹു ഉറങ്ങുന്നതിന് മുമ്പും ശേഷവും, വ ഖബ്ല ദുഖൂലി അലൽ മരീദ് വ ബഅദൽ ഖുറൂജി മിൻ സിയാറത്തിഹി രോഗികളെ സന്ദർശിക്കാൻ പോകുന്നതിന് മുമ്പും സന്ദർശിച്ച് ഇറങ്ങുമ്പോഴും വരുമ്പോഴും ഈ സന്ദർഭങ്ങളിലൊക്കെ കൈ കഴുകൽ ഇസ്ലാം പുണ്യകരമാക്കിയിട്ടുണ്ട്. ഖദ് ജാ അൽ ഇസ്ലാം വന്നു ഫി വക്തിൻ ഒരു സമയത്ത്, ഏത് സമയത്ത്, ലം യകുൻ അന്നാസു യഅരിഫൂന ജനങ്ങൾക്ക് അറിയാതിരുന്ന സമയത്ത്, ഇസ്ലാം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഷൈഅൻ ഒന്നും, എന്തിനെക്കുറിച്ച്, അൻ അഹമ്മിയത്തി നളാഫത്തി വൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഫിൽ ഖലാഇ അലൽ അംറാൽ രോഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കൊന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം വന്നത്. വലം യകൂനു യഅരിഫൂനൽ ജറാസീമ അവർക്ക് ജറാസീം രോഗാണുക്കളെ കുറിച്ച് അറിയുമായിരുന്നില്ല. വത്തുഫൈലിയാത്ത് അതേപോലെ ഈ പാരസൈറ്റ്സ് പരാതങ്ങൾ അവയെക്കുറിച്ച് അറിയുമായിരുന്നില്ല. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരുന്ന സൂക്ഷ്മജീവികൾ. ഫജാ അൽ ഇസ്ലാം യുർഷിദുഹും ഇസ്ലാം ആളുകളെ നയിക്കാൻ തുടങ്ങി, ഇലൈഹ മീൻസ് അറിയിക്കാൻ തുടങ്ങി, പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, ഇലൈഹ ഇവയെക്കുറിച്ചൊക്കെ, ബി ഇബാറാത്തിൻ സഹലത്തിൻ വളരെ ലളിതമായ രൂപത്തിൽ ഈ രോഗാണുക്കളെ കുറിച്ചും മറ്റും ഇസ്ലാം പറഞ്ഞു കൊടുത്തു. വഹാക്കഥ അപ്രകാരം നറ അന്നൽ ഇസ്ലാം ഔജദ തിബ്ബൽ വഖാഇയ ഇസ്ലാം പ്രതിരോധ ചികിത്സാ സമ്പ്രദായം തുടങ്ങി. വഖദ് നഫദഹു അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ അത് നടപ്പിലാക്കി, പ്രതിരോധ ചികിത്സ നടപ്പിലാക്കി. ഖബ്ലൽ ആലമി കുല്ലിഹി ലോകം മുഴുവൻ അതറിയുന്നതിന് മുമ്പേ മുസ്ലിങ്ങൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ബി അർബഅത അശറ ഖർനൻ 14 നൂറ്റാണ്ട് മുമ്പ്.
വൽ ഇസ്ലാമു യജാലു നലാഫത മിനൽ ഇബാദത്തി, ഇസ്ലാം വൃത്തിയെ ആരാധനയിൽപ്പെട്ടതാക്കുന്നു. ഹത്താ യസ്തൽസിമ ത്വഹാറത, വൃത്തിയെ നിർബന്ധമാക്കുന്നു. വൽ ഇസ്തിഹ്മാമ, കുളിക്കലിനെ. ഖബ്ല നത്ഖി ബിശഹാദതൈനി, ഷഹാദത്ത് ചൊല്ലുന്നതിന് മുമ്പ്, മുസ്ലിം ആകാൻ വേണ്ടി ഷഹാദത്ത് ചൊല്ലുന്നതിന് മുമ്പ് കുളിക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ വേണം എന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. അങ്ങനെ വൃത്തിയിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം മതം. അജിബനിൽ അസിലത്തില്ലാത്ത താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി തന്നെ മാതാ അല്ലാഹു തആല ഫിൽ ഖുർആനിൻ അല്ലാഹത്തിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നിങ്ങൾ എല്ലാ പള്ളികളുടെ അടുക്കലും ഇതെടുക്കുക, എന്താണ്, നിങ്ങളുടെ അലങ്കാരം എടുക്കുക, മീൻസ് വൃത്തിയായി പോവുക പള്ളിയിലേക്ക്. അതേപോലെ സിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. മാതാ ഖാല റസൂലുനി സിവാക്ക്, സിവാക്കിനെ കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞത്? അസിവാക്കും മത്ഹറത്തുൻ ലിൽ ഫമി മർലാത്തുൻ ലിർ റബ്ബി, റബ്ബിന് തൃപ്തിയുമാണ്, വായക്ക് ശുദ്ധിയുമാണ്. മാഹിയൽ അംറാദുൽ മഅദിയത്തു മിനൽ മായിൽ മുലവ്വസി, ജലത്തിൽ നിന്നും പകരുന്ന ആമാശയ രോഗങ്ങൾ എന്തൊക്കെയാണ്? ടൈഫോയിഡ്, പിന്നെ കോളറ, ശലലുൽ അത്ഫാൽ അല്ലേ, ഇതൊക്കെയാണ് മലിനജലത്തിൽ നിന്നും പകരുന്നത്. ബിമ അദ്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബസഖ അലൽ അർളി ഖതിയതൻ, എന്തുകൊണ്ടാണ് പ്രവാചകൻ ഭൂമിയിൽ തുപ്പുന്നതിനെ ഒരു തെറ്റായിട്ട് എണ്ണിയത്? ലിഅന്നൽ ബസഖ യൻഖുലുൽ അംറാദ, കാരണം തുപ്പൽ രോഗങ്ങൾ പരത്തും. മാദാ അബറൽ ഇസ്ലാമു അനിൻ നളാഫതി ലികൈ യഹ്തമ ബിഹൻ നാസ്, ജനങ്ങൾ വൃത്തിയെ ശ്രദ്ധിക്കാൻ വേണ്ടി വൃത്തിയെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞ വാക്ക് എന്തായിരുന്നു? അത്വഹാറത്ത് എന്നാണ് പറഞ്ഞത് അല്ലേ. മത യസ്തഹിബു ഗുസ്ലുൽ യദി, കൈ കഴുകൽ എപ്പോഴാണ് പുണ്യമാകുന്നത്? ഖബ്ല തആമി വ ബഅദഹു, ഭക്ഷണത്തിന് മുമ്പും ശേഷവും. ഖബ്ല നൗമി ബഅദഹു, ഉറങ്ങുന്നതിന് മുമ്പും ശേഷവും. ഖബ്ല സിയാറത്തിൽ മരീലി വ ബഅദ ഖുറൂജി മിൻഹു, രോഗിയെ സന്ദർശിക്കുന്നതിന് മുമ്പും ശേഷവും. ബിമ ഇസ്തഹബൽ ഇസ്ലാമു ഗസ്ലൽ യദി ഖബ്ല തആമി വ ബഅദഹു, എന്തിനാണ് ഇസ്ലാം ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നതിനെ പുണ്യകരമാക്കിയത്? ലിഅന്നൽ ഐദി, കാരണം കൈകൾ ഹിയ മിൻ അഹമ്മിൽ അവാമിൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. ലിനഖലിൽ ജറാസീം, രോഗാണുക്കൾ പരത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കൈകൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇസ്തഹബൽ ഇസ്ലാമു ഗസ്ലൽ യദി ഖബ്ല തആമി വ ബഅദഹു. മാദാ യസ്തൽസിമു ഖബ്ല നത്ഖി ബിശഹാദതൈനി, ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നതിന് മുമ്പ് എന്താണ് ഇസ്ലാം നിർബന്ധമാക്കിയത്? അൽ നളാഫത്ത് വൽ ഇസ്തിഹ്മാം, വൃത്തിയാകുന്നതും കുളിക്കുന്നതും. അതാണ് യസ്തൽസിമു ഖബ്ല നത്ഖി ബിശഹാദതൈനി അൻ നളാഫത വൽ ഇസ്തിഹ്മാമ, കുളിയും വൃത്തിയാക്കലും. അക്മിലിൽ ജുമല ബിൽ ഇബാറത്തിൽ മുനാസിബ, അനുയോജ്യമായ വാക്കുകൾ വെച്ചുകൊണ്ട് ഇവിടെ പൂരിപ്പിക്കണം. കാനത്ത് അവല സൂറത്തിൻ നുസിലത്ത് ഫിൽ ഖുർആനിൽ കരീം അനിൽ ഇൽമിനെ കുറിച്ചാണ് ഖുർആനിൽ ആദ്യമായിട്ട് സൂറത്ത് ഇറങ്ങിയത്. യമുറുൽ ഇസ്ലാമു ബിൽ മൽമത്തി വല്ലത്തി വസിവാക്കി, മൽമത്ത് വെള്ളം കൊപ്പിളിക്കുന്നതും പിന്നെ അതേപോലെ സിവാക്ക്, അതും ഇസ്ലാം എന്ത് ചെയ്തു? ഇസ്ലാം കൽപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ലി ഇസാലത്തി ബക്കായ തആമി മിനൽ മിൻബൈനിൽ അസ്നാനി. അതേപോലെ നഹൽ ഇസ്ലാമു അനി തബവ്വുലി വത്തബറുസി ഫിൽ മായി, മലമൂത്ര വിസർജനം വെള്ളത്തിൽ ചെയ്യുന്നതിനെ ഇസ്ലാം നിരോധിക്കുന്നു. ഇതെല്ലാം പാഠത്തിലുള്ള തന്നെയാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ വയുഹിബ്ബു ത്വയ്യിബ. യസ്തൽസിമുൽ ഇസ്ലാമു അൻ-നളാഫത വൽ ഇസ്തിഹ്മാമ ഖബ്ല നത്ഖി ബിശഹാദതൈനി. അൽ-മാഉൽ മുലവ്വസ് യൻഖുലുൽ ഖുളറ വത്തൈഫോയിഡ വ ശലലൽ അത്ഫാൽ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫത ഫനളിഫു ദൂറക്കും വ അഫ്നിയതക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി ഉക്തുബിൽ മുഫ്രദുകൾ എഴുതണം. ഉസൂർ, കാലഘട്ടങ്ങൾ, അതിൻ്റെ മുഫ്രദ് അസുറുൻ. സിയാബുൻ, വസ്ത്രങ്ങൾ. സൗബുൻ. അസ്നാനുൻ, പല്ലുകൾ. സിന്നുൻ, ബക്കായ, അവശിഷ്ടങ്ങൾ. ബഖിയ്യത്തുൻ, അൻവാഉൻ, ഇനങ്ങൾ. നൗഉൻ, മസാദിറു, സോഴ്സസ്. മസ്ദറുൻ, മിയാഹുൻ, വെള്ളങ്ങൾ. മാഉൻ, വെള്ളം. മലയാളത്തിൽ വെള്ളങ്ങൾ എന്ന് ഉപയോഗിക്കാറില്ല, പക്ഷെ അറബിയിൽ മിയാഹുൻ എന്ന് ഉപയോഗിക്കും. അത്ഫാലുൻ, കുട്ടികൾ. തുഫ്ലുൻ, മസാക്കിനു, പാർപ്പിടങ്ങൾ. മസ്കനുൻ, ശവാരിയോ, റോഡുകൾ. ശാരിഉൻ, ഉലൂമുൻ, വിജ്ഞാനങ്ങൾ. ഇൽമുൻ. ഉക്തുബുൽ ജം എഴുതണം. ഫമുൻ, വായ. അഫ്വാഹുൻ, ത്വആമുൻ, ഭക്ഷണം. അത്വഇമത്തുൻ, അൻഫുൻ, മൂക്ക്. ഉനൂഫുൻ അല്ലെങ്കിൽ ആനാഫുൻ. ഐനുൻ, കണ്ണ്. അയുൻ, കണ്ണുകൾ.
ഉയൂനുൻ എന്നും പറയാം. ഷഅറുൻ മുടി, അഷ്ആറുൻ മുടികൾ. ഷിഅറുൻ കവിത, അതിനും അഷ്ആർ എന്ന് തന്നെയാണ് ജമ. മസ്ജിദുൻ പള്ളി, മസാജിദു. ഷറാബുൻ പാനീയം, അശ്രിബത്ത് അല്ലെങ്കിൽ ഷറാബാത്ത്. ഇനാഉൻ പാത്രം, ആനിയത്ത് അല്ലെങ്കിൽ അവാനി. ഫിനാഉൻ മുറ്റം, അഫ്നിയത്ത്. ദാറുൻ വീട്, ദൂറുൻ അല്ലെങ്കിൽ ദിയാറുൻ. മരീലുൻ രോഗി, മർല. അവസാനം ഈ ആ രൂപത്തിൽ അലിഫിടുക, മർല. ഉക്തുബല്ലിദ് എഴുതണം, ഓപ്പോസിറ്റ്. മന തടഞ്ഞു, സമഹ അനുവദിച്ചു, സഹ ശരിയായി, ഖത്തിഅ മീൻസ് തെറ്റായി. ത്വാന്റെ ശേഷം യാ എഴുതുക, എന്നിട്ട് മേലെ ഹംസ ഇടുക, യാനടിയിൽ പുള്ളി വേണ്ട. ഖത്തിഅ. അവലുൻ ആദ്യം, ഫസ്റ്റ്. ആഹിറുൻ ലാസ്റ്റ്. നലാഫത്തുൻ വൃത്തി. ഖദാറത്തുൻ അഴുക്ക്. സഹലത്തുൻ എളുപ്പം. സഅബത്തുൻ പ്രയാസം. ദുഖൂൽ പ്രവേശിക്കൽ. ഖുറൂജ് പുറത്തിറങ്ങൽ. ഇംലയിൽ ഫറാബിൽ കലിമത്തിൽ മുനാസബത്ത് അനുയോജ്യമായ വാക്ക് വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. അൽ ഇബാദത്ത്, അത്അാമ്, മത്ഹറത്ത്, മസ്ജിദ്, അത്വയ്യിബ്, ജറാസീം, ഫത്വഹിർ. ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ. പിന്നെ യസ്തഹിബുൽ ഇസ്ലാമു അഗ്സലൽ യദി ഖബ്ല തആമി വബഅദഹു. അസ്സിവാകു മത്ഹറത്തുൻ ലിൽ ഫമി മർളാത്തുൻ ലിറബ്ബി. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അൽ ഇസ്ലാമു യജഅലു നളാഫത മിനൽ ഇബാദത്തി. അല്ലൈദി മിൻ അഹമ്മിൽ അവാമിലി ഫീ നഖലിൽ ജറാസീമി വസിയാബക ഫത്വഹിർ. കമലിൽ ഫറാ ബി ഹർഫ് ജറിൻ മുനാസിബിൻ. അനുയോജ്യമായ ജറിന്റെ ഹർഫ് വെച്ചുകൊണ്ട് പൂരിപ്പിക്കാം. മിൻ അൻ ബി അല. അവ്വൽ സൂറത്തിൻ നസ്ലത ഫിൽ ഖുർആനി ഖദ് തഹദ്ദസത് അനിൽ ഇൽമി. ഇൽമിനെ കുറിച്ച് പറഞ്ഞു. അൻ മീൻസ് കുറിച്ച്. വയഹ്തമുൽ ഇസ്ലാമു ബി നളാഫത്തിൽ ഫമി വൽ അസ്നാനി. ഇസ്ലാം പല്ലും വായും വൃത്തിയാക്കുന്നത് പ്രാധാന്യമായി കാണുന്നു. അൽ ബസഖു അലൽ അർളി ഖതിയത്തുൻ. ഭൂമിയിൽ തുപ്പൽ തെറ്റാണ്. വൽ ഇസ്ലാം യജഅലു നളാഫത ജുസ്അൻ മിനൽ ഇബാദത്തി. ഇബാദത്തിന്റെ ഒരു ഭാഗമാക്കി. റത്തിബിൽ കലിമാത്തിലാത്തിയ താഴെയുള്ള വാക്കുകൾ ക്രമീകരിക്കണം. ലിൽ ഫമി മത്ഹറത്തുൻ അസ്സിവാകു ലിറബ്ബി മർളാത്തുൻ. അസ്സിവാകു മത്ഹറത്തുൻ ലിൽ ഫമി മർളാത്തുൻ ലിറബ്ബി. ഇൻദ കുല്ലി സീനതകും ഖുദൂ യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. യൻഖുലു വശലൽ അൽ അത്ഫാൽ അൽ കോളറ അൽ മാഉൽ മുലവ്വസ് വത്തൈഫ്. അൽ മാഉൽ മുലവ്വസ് യൻഖുലു അൽ കോളറ വത്തൈഫോയിഡ വശലൽ അൽ അത്ഫാൽ. അൽ ബസഖു അലൽ അർളി യൻഖുലുൽ അംറാദ മിസ്ല സല്ലി. അന്നലാഫത അൽ ഇസ്ലാം യജഅലുൽ ഇസ്ലാമു അന്നലാഫത മിനൽ ജുസ്അൻ മിനൽ ഇബാദത്തി. ഓക്കെ.